നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണോ? ഇനി ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു കാര്യം അറിയാമായിരിക്കും. ഒരു പൂന്തോട്ടത്തിൽ പൂച്ചെടികളേക്കാൾ അനായാസമായി കളകൾ വളരുന്നുവെന്നത്. ആരും അവയ്ക്ക് വെള്ളമൊഴിക്കുകയോ വളമിടുകയോ പരിപാലിക്കുകയോ ചെയ്യുന്നില്ല. എന്നിട്ടും അവ പതിയെ വളർന്നു വരുന്നു. ആ പൂന്തോട്ടം നോക്കാൻ ആരുമില്ലെങ്കിൽ ഈ കളകൾ കരുത്തരായി ഒടുവിൽ മുഴുവൻ തോട്ടവും സ്വന്തമാക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഒരു പൂച്ചെടി വളർന്ന് നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവണമെങ്കിൽ അതിന് സൂര്യപ്രകാശം വേണം, വെള്ളം വേണം, വളം വേണം, പരിചരണം വേണം, സമയവും വേണം. നമ്മുടെ മനസ്സും ഇതുപോലെയല്ലേ, ഒരു പൂന്തോട്ടം പോലെ? നമ്മുടെ ഉള്ളിൽ പേടി വരാൻ ആരും പഠിപ്പിക്കേണ്ട. ഓവർ തിങ്കിങ്, സെൽഫ് ഡൗട്ട്, താരതമ്യം, കുറ്റബോധം, എനിക്ക് കഴിവില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെയുള്ള നിരാശ, ഇവയൊക്കെ നാം ആഗ്രഹിക്കാതെ ക്ഷണിക്കാതെ തന്നെ മനസ്സിലേക്ക് കടന്നു വരും, ഒരു പൂന്തോട്ടത്തിൽ കളകൾ തനിയെ വളർന്നു വരുന്നത് പോലെ. പക്ഷേ പ്രതീക്ഷ, ശുഭാപ്തി വിശ്വാസം, കൃതജ്ഞത, ആത്മവിശ്വാസം, സമാധാനം എന്നിവ ഉള്ളിൽ വളരണമെങ്കിൽ നാം ശ്രദ്ധ കൊടുക്കണം, പരിപാലിക്കണം, പൂച്ചെടികളെ പരിപാലിക്കുന്നത് പോലെ. ഇങ്ങനെ നമ്മുടെ വളർച്ചയെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന നെഗറ്റീവായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ തെറ്റല്ല. അത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു സ്വഭാവമാണ്. നമ്മുടെ മസ്തിഷ്കം ആയിരക്കണക്കിന് വർഷങ്ങളായി രൂപപ്പെട്ടു വന്നത് അപകടങ്ങളെ ആദ്യം ശ്രദ്ധിക്കാനാണ്. കാരണം അത് നമ്മുടെ തലച്ചോറിന്റെ ഒരു സർവൈവൽ മെക്കാനിസമാണ്. അതാണ് ആദിമ മനുഷ്യരെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത്. അതുകൊണ്ടാണ് ഒരു വിമർശനം 10 പ്രശംസകളേക്കാൾ കൂടുതൽ നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്, ഒരു പരാജയം പല വിജയങ്ങളേക്കാൾ വലുതായി തോന്നുന്നത്. ഇത് നമ്മുടെ ബലഹീനതയല്ല, ഇത് മനുഷ്യ മനസ്സിന്റെ സ്വാഭാവിക പ്രവണതയാണ്. പക്ഷെ നമുക്കൊരു നല്ല വാർത്തയുണ്ട്. നമ്മുടെ ശ്രദ്ധ ഒരു തോട്ടക്കാരന്റെ കൈ പോലെയാണ്. അതെവിടേക്ക് പോകുന്നുവോ അവിടെയാണ് വളർച്ച. ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കൂ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഒരു പൂന്തോട്ടമായി സങ്കല്പിക്കൂ. നിങ്ങൾ അവിടെ എന്താണ് കാണുന്നത്? നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവുന്ന നല്ല ചെടികളാണോ? അതോ വളരാൻ തുടങ്ങിയ ചില കളകളോ? ഭയത്തിൻ്റെ കള, എനിക്ക് കഴിയില്ല എന്ന കള, ഞാൻ പോരാ, ഞാനൊരു പരാജയമാണ് എന്ന കള. ഓർക്കൂ, കളകൾ ഉണ്ടെന്നതുകൊണ്ട് നമ്മുടെ തോട്ടം മോശമാണെന്ന് അർത്ഥമില്ല. അതിന് ഒരു തോട്ടക്കാരൻ്റെ ശ്രദ്ധയും പരിചരണവും വേണ്ട സമയമായെന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇന്നത്തെ തോട്ടപ്പണി: ഇന്ന് രാത്രി ഒരു പേപ്പർ എടുക്കൂ, 2 കോളം വരയ്ക്കൂ. ഒരു വശത്തെഴുതൂ, എൻ്റെ മനസ്സിലെ ഞാൻ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കള. മറ്റേ വശത്ത്, ഈ കളയ്ക്ക് പകരം ഞാൻ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പൂച്ചെടി. ഉദാഹരണത്തിന്, ഞാനൊരു പരാജയമാണ്, ഞാനൊരു തോൽവിയാണ് എന്നതാണ് നിങ്ങളുടെ ഒരു കളയെങ്കിൽ, ഞാൻ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും ഞാൻ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വലിയ മാറ്റങ്ങളൊന്നും വേണ്ട, ഒരു ചെറിയ വിത്ത് മതി വലിയ മാറ്റത്തിനു വേണ്ടി. നാളെ രാവിലെ ഒരു പൂ കാണുമ്പോൾ, അല്ലെങ്കിൽ ഭംഗിയുള്ള ഒരു ചെടി കാണുമ്പോൾ, ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിനെയും ഓർക്കൂ. കാരണം പ്രകൃതി എല്ലാ ദിവസവും ഒരു രഹസ്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കളകൾ സ്വയം വളരും, പക്ഷെ ഭംഗിയുള്ള പൂച്ചെടികൾ സ്നേഹത്തോടെ വളർത്തണം. അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വിത്തുകളെക്കുറിച്ചാണ്. കാരണം ഓരോ ചിന്തയും ഒരു വിത്താണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നിങ്ങളുടെ മനസ്സെന്ന തോട്ടത്തെ സ്നേഹത്തോടെ പരിപാലിക്കൂ.